നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻവചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കോരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. കോരിരുളിൻ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയേണമേ. ഓ കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ അനുഗ്രഹീതമായ പകലിൽ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ സർവകൃപാലുവായ കർത്താവ് സാവകാശം നൽകിയതോർത്ത് ഞാൻ കർത്താവിന് മഹത്വം അർപ്പിക്കുകയും കർത്തൃ ശുശ്രൂഷയിൽ വിവിധ മേഖലകളിൽ ത്യാഗപൂർവം കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന അനുഗ്രഹീതരായ ദൈവഭൃത്യന്മാരെ തങ്ങളുടെ ശുശ്രൂഷാ മേഖലകളിൽ ദൈവം ശക്തിയോടെ പ്രയോജനപ്പെടുത്തട്ടെ എന്ന് ഞാൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ആത്മിക ശുശ്രൂഷയ്ക്ക് അധ്യക്ഷം വഹിക്കുന്ന ദൈവഭൃത്യൻ ഈ പ്രവർത്തനത്തെ മുൻപോട്ട് നയിപ്പാൻ ദിശാബോധത്തോടും ദീർഘവീക്ഷണത്തോടും കൂടെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസൻ, ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായ കർത്തൃദാസന്മാർ എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ രാവിലെ സമയം നിങ്ങളോട് ഒന്നിച്ചായിരിക്കാൻ ലഭ്യമായ അവസരം ഭാഗ്യപദവിയായി ഞാൻ കാണുന്നു. വളരെ പ്രാർത്ഥനയോടെ തികച്ചും ഏകാഗ്രതയോടെ നമുക്ക് കർത്തൃസന്നിധാനത്തെങ്കിലായിരിക്കാം. ഇവിടെ ഈ സംസാരിക്കുന്ന വിഷയം എന്താണെന്ന് നിങ്ങളുടെ മനസ്സിൽ നന്നായി പതിയണം എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് ആഴത്തിൽ ഇടപെടുന്ന പകലാകണം. ദൈവാത്മാവിൻ്റെ നിയോഗത്തിനായി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങൾ അവരുടെ പ്രാർത്ഥനയിൽ ശബ്ദമുയർത്തി ജാഗരിക്കട്ടെ. ഇന്ന് പകൽ എന്നോട് ഇടപെടണമേ എന്ന് എല്ലാ ദൈവഭൃത്യന്മാരുടെ നാവിൽ നിന്നും പ്രാർത്ഥന ഉയരുന്ന പകലാകണം. 3 മേഖലകൾ ഭൂമിയിൽ കൈകാര്യം ചെയ്യപ്പെടുമ്പോൾ മനുഷ്യ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ എത്തപ്പെടുകയാണ്. ദേഹത്തെ കൈകാര്യം ചെയ്യുവാൻ ഡോക്ടേഴ്സിനെ ഇവിടെ ആക്കി വയ്ക്കപ്പെട്ടിരിക്കുന്നു. ദേഹിയെ കൈകാര്യം ചെയ്യുവാൻ അധ്യാപകന്മാരെ ഇവിടെ ആക്കി വച്ചിരിക്കുന്നു. ആത്മാവിനെ കൈകാര്യം ചെയ്യുവാൻ ശുശ്രൂഷകന്മാരെ ദൈവം ഇവിടെ ആക്കി വച്ചിരിക്കുന്നു. ദേഹത്തെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടേഴ്സ്, ദേഹിയെ കൈകാര്യം ചെയ്യുന്ന ടീച്ചേഴ്സ്, ആത്മാവിനെ കൈകാര്യം ചെയ്യുന്ന പാസ്റ്റേഴ്സ്. ഇതിൽ ദേഹത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഒരു ഡോക്ടർ പരാജയപ്പെട്ടാൽ രോഗിയുടെ ബന്ധുക്കൾ ഡോക്ടറെ കൈകാര്യം ചെയ്യും. അപ്രതീക്ഷിതമായ സമയത്ത് ഒരു രോഗി മരുന്ന് മാറി കുത്തിവെച്ച് മരിക്കുകയോ ചികിത്സ ഗൗരവമായ സാഹചര്യത്തിൽ കിട്ടാതെ വരികയോ ചെയ്താൽ ഹോസ്പിറ്റൽ അടിച്ചു തകർത്തതും ഡോക്ടേഴ്സിനെ കുത്തിക്കൊലപ്പെടുത്തിയതുമായ എത്രയോ സംഭവങ്ങൾ നാം അനുദിനം വായിക്കുന്നു. അപ്പോൾ ദേഹത്തെ കൈകാര്യം ചെയ്യുന്നതിൽ ഡോക്ടേഴ്സ് പരാജയപ്പെട്ടാൽ കനത്ത പ്രതികരണമുണ്ടാകും, തിരിച്ചടിയുണ്ടാകും. കുട്ടികളെ സ്കൂളിലേക്ക്